ഈ അടിപൊളി പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ആഘോഷിച്ച ഒരു പാട്ടാണ്. പുത്തൻ പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളും ഇതുവഴിയെ. 2 വേർഷൻ ഉണ്ടല്ലേ, എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും പാടി. പറഞ്ഞാൽ അത് എന്റെ വേർഷൻ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ചിത്രം കൂടെയാണ് ആദ്യത്തെ പ്രാവശ്യം അത് പാടുന്നത്. അത് കഴിഞ്ഞ് കാബൂളിവാല എന്ന ചിത്രത്തിലെ പാട്ടാണ്. അപ്പൊ അത് തുടക്കം ഞാനായിരുന്നു. പുത്തം പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതു വഴിയേ, കാണാത്ത ചിറകുള്ള തേരിൽ കാലത്തിൻ കളിത്തോളിൽ മേളത്തിൽ തപ്പും തട്ടിപ്പാടി താളത്തിൽ ചാഞ്ചാടി പുത്തൻ പുതുക്കാലം, അങ്ങനെയാണ് പാടി അവസാനിപ്പിച്ചത്. അത് കഴിഞ്ഞ് ആ പാട്ട് ഫുള്ളായിട്ട് തന്നെ 12 വരെയും പാടി സ്റ്റുഡിയോയിൽ നിന്നൊക്കെ അടിച്ചു പോയി. അത് കഴിഞ്ഞ് പടം വന്നപ്പോഴാണ് ആ സമയത്ത് നമ്മുടെ ഒരു ഈ പറഞ്ഞാൽ അതിനകത്തെ ഒരു പ്രമുഖ ഗായകൻ അന്ന് ഈ രംഗത്ത് സീനിലില്ല. കാരണം പുള്ളി ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു, ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പടം ഇറങ്ങാനായിട്ട് കുറച്ച് താമസിച്ചു. ആ സമയത്താണെന്ന് തോന്നുന്നു ഈ പാട്ട് അദ്ദേഹത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 ആക്കി. അപ്പൊ ആ ഒരേ ക്യാരക്ടർ തന്നെയാണ് ഈ 2 പാട്ടും പാടുന്നത്, അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ പാടുന്നത് ആണ് ആദ്യം സീനിൽ വരുന്നത്. അതെ. അത് കഴിഞ്ഞ് പിന്നെ മുത്തമിട്ട നേരം പുത്തം പുതുക്കാലം എന്ന് പാടി വരുമ്പോ വേറൊരു ശബ്ദം. പിന്നെ അത് ഈ പറഞ്ഞല്ലേ, സിനിമയാണ്, എന്ത് സംഭവിക്കാം, അങ്ങനെ ഉണ്ടായത്. അത് അതിനു മുമ്പ് ഹിറ്റ് പാട്ടുകളിൽ ഒന്നായിരുന്നു പൂമാനമേ പാട്ട്. അത് നിറക്കൂട്ട് ഭയങ്കര സൂപ്പർ ഹിറ്റ്. ഇപ്പോഴും ആ പാട്ട് ഭയങ്കരമായിട്ട് റീവാച്ച് ചെയ്യുന്ന ഒരു പാട്ടാണ്. യൂട്യൂബിൽ നല്ല വ്യൂവർഷിപ്പ് ഉള്ള ഒരു പാട്ടാണ് പൂമാനമേ. അത് ശരിക്കും ഒറിജിനൽ സാറിന്റെ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത് അത് സാറിന്റെ തന്നെ പാട്ടാണെന്നുള്ളത്. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും വരില്ലേ? ഉണ്ടായിട്ടുണ്ട് അന്നത്തെ കാലത്ത്, പ്രത്യേകിച്ചും ആ ഒരു സമയത്ത്. ആ ഒരു എന്താ പറയാ, സാമ്യമോ എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ആ പടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ മെയിൽ വോയിസ്. ആ പടത്തിന്റെ ടൈറ്റിലിന് ക്രെഡിറ്റ് നോക്കുമ്പോ അറിയാം, പാടിയവർ KG മാർക്കോസ്, ചിത്ര, വാണിജ്യറാം എന്നാ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ മാത്രമേ അതിനകത്ത് ഉള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അത് കിടക്കുന്നത്, മാറ്റാൻ പറ്റില്ലല്ലോ. പക്ഷെ പിന്നീട് എപ്പോഴോ ഈ പാട്ട്, അതായത് അന്നൊക്കെ ഈ പിന്നെ ഇതില്ല, ഫാസ്റ്റ് കോപ്പിയർ ഉണ്ടായിരുന്നില്ല. ഒരു 10-25 ഡക്ക് ഒന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പാരലായിട്ട് കണക്ട് ചെയ്ത് കോപ്പി എടുക്കുന്ന ഒരു ഇതായിരുന്നു. പിന്നീടാണ് ഈ ഫാസ്റ്റ് കോപ്പിയറൊക്കെ വന്നത്. അപ്പൊ ആദ്യമൊക്കെ ഒരു 3000-4000 കോപ്പി പോയി പിന്നെ മാർക്കറ്റിൽ പോയി അത് സെയിലായതിനു ശേഷം ആണ് അടുത്ത ലോട്ട് ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഞാൻ ആ ഒരു പ്രത്യേക കമ്പനിക്ക് വേണ്ടി പാടുന്നത് നിർത്തിയിരുന്നു. അപ്പൊ അതിന് പകരമായിട്ട് അവര് ആ പാട്ടിന്റെ എനിക്ക് തോന്നുന്നു ട്രാക്ക് വാങ്ങിച്ചപ്പോൾ, അതായത് വോയിസ് ട്രാക്ക് വാങ്ങിച്ചപ്പോൾ ട്രാക്ക് പാടിയിട്ടിരുന്നത് വേറൊരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വോയിസ് വെച്ച് കുറച്ച് കാസറ്റുകൾ മാർക്കറ്റിലേക്ക് ഇറക്കി വിട്ടു. അപ്പൊ ആളുകൾക്ക് ഒരു കൺഫ്യൂഷനായി, ഇത് ആരാണ് പാടിയേക്കുന്നത്, യേശുദാസ് ആണോ, മാർക്കോസ് ആണോ, വേണുഗോപാലാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നു. അതായത് ഉണ്ടായത്. കുറച്ചുകൂടെ ഗൗരവത്തിൽ സംസാരിക്കാൻ തീർച്ചയായിട്ടും ഇരിക്കാം, എവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ മതി. എമ്മാനുവേൽ എന്നോട് കൂടെ വാഴുന്നു എന്ന് പറയുന്ന പാട്ട് പാടി നമുക്ക് തുടങ്ങാം. എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ഇതുപോലെ ഒത്തിരി പാട്ടുകൾ ഹിറ്റാണ്. പക്ഷെ എനിക്ക് ഈ പുറകിലിരിക്കുന്ന ഗോഡ്ഫാദറിന്റെ മിമന്റോ കാണുന്ന സമയത്ത് മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്, ആർപ്പോ ഇറുവോ, ഭയങ്കര അന്നത്തെ ഗോഡ്ഫാദറിലെ ഹിറ്റ് പാട്ടാണ്. അതെ, അത് അതിനൊരു കഥയുണ്ട്. അതായത് എനിക്ക് 86 വലിയൊരു ആക്സിഡന്റ് പറ്റി. അതായത് സിനിമയിൽ ഞാൻ 81 വരുന്നു, ഒരു 86 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു 10-30 സിനിമയ്ക്ക് വേണ്ടി പാടുന്നു. അങ്ങനെ ഇങ്ങനെ കയറി ഇങ്ങോട്ട് വരുമ്പോഴാണ് നിറക്കൂട്ടെന്ന ഈ സിനിമ റിലീസാവുന്നതും ആ നിറക്കൂട്ടിലെ പൂമാനമേ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഈ പറഞ്ഞ ഒരു വൈറൽ രീതിയിലേക്കൊക്കെ വരുന്നത്. പക്ഷെ ആ സമയത്ത് 86 ഫെബ്രുവരിയിൽ ഞാനൊരു ഗൾഫ് യാത്രയ്ക്ക് പോയി. അപ്പൊ അന്ന് ഗൾഫിലൊന്നും അങ്ങനെ എപ്പോഴും യാത്രകളൊന്നും ഇല്ല. 85 ഞാൻ 2 പ്രാവശ്യം പോയിരുന്നു. അത് കഴിഞ്ഞ് 86 എൻ്റെ ഓർക്കസ്ട്ര സഹിതം
മറ്റേത് ഞാൻ ഗസ്റ്റായിട്ടാണ് പോയത്. അവിടുത്തെ ഉള്ള ലോക്കൽ ഓർക്കസ്ട്ര വെച്ചിട്ട് അന്ന് പാടിയത് 85-ൽ. അപ്പോൾ 86-ൽ നാട്ടിൽ നിന്ന് എൻ്റെ കൂടെ ഒരു 14 പേര്, ഓർക്കസ്ട്രയും സൗണ്ടും ഗായികയും അങ്ങനെ ഒരു 14 പേര് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ അവിടെ ചെന്നിറങ്ങി, UAE-ൽ 5 പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഫസ്റ്റ് ഡേ അവിടെ ചെന്നിറങ്ങി ഞങ്ങൾ അബുദാബിക്ക് പോകുന്നു രാത്രി തന്നെ. പിറ്റേ ദിവസം അബുദാബിയിൽ ഞാൻ പാടുന്നു 17-ാം തീയതി. അതെന്തോ ഒരു ഗംഭീര പ്രോഗ്രാമായിരുന്നു. ആയിരുന്നു എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, അന്ന് 86 എന്ന് പറയുമ്പോൾ ഗൾഫ് ഇങ്ങനെ ആയി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അന്ന് വീഡിയോ പിന്നെ ഇതൊന്നും ആയിട്ടില്ല. ജസ്റ്റ് വീഡിയോ എന്താ പറയുക, ഈ വീഡിയോ ക്യാമറയൊക്കെ ഇങ്ങനെ മാർക്കറ്റിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അതിൻ്റെ ഓപ്പറേഷനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് ആർക്കും അറിയത്തില്ല. അപ്പോൾ ആരും അങ്ങനെ വീഡിയോ ക്യാമറ ഒന്നും അധികം ഉപയോഗിച്ച് ഉള്ളൊരു ശീലമില്ലാത്ത സമയത്താണ് ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി അവിടെ ചെല്ലുന്നത്. അന്ന് ആദ്യമായിട്ട് വീഡിയോഗ്രാഫി തുടങ്ങിയ സമയത്താണ്. അപ്പോൾ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ പരിപാടി തോമസിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അന്ന് സാധാരണ 2.5 മണിക്കൂർ പ്രോഗ്രാം എന്നുള്ളത് നമ്മൾ 3 മണിക്കൂറും കഴിഞ്ഞ് 3.5 മണിക്കൂറും കഴിഞ്ഞ് 3.25 മണിക്കൂറോളം പാടി. അപ്പം ഇത് പിന്നെ ഇവർ ഷൂട്ട് ചെയ്തു. ആ പ്രോഗ്രാം അവരുടെ കയ്യിലുണ്ട്. പിറ്റേ ദിവസം 5 പ്രോഗ്രാമാണ്. പിറ്റേ ദിവസം ഞങ്ങൾ അബുദാബിയിൽ നിന്ന് അലൈന് പോകുമ്പോഴാണ് എനിക്ക് ഈ അപകടം പറ്റുന്നത്. ആ അപകടത്തിൽ 3 പേര് ഓൺ ദ സ്പോട്ട് മരിക്കുന്നു. 5 പേരിൽ 3 പേരും മരിക്കുകയാണ്. ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ കൂടെ വന്ന പെൺകുട്ടി രക്ഷപ്പെട്ടു. പക്ഷെ എൻ്റെ അമ്മയും 2 സ്പോൺസർമാരുമാണ് മരിച്ചത്. അങ്ങനെ പിന്നെ 3 മാസത്തോളം ഞാൻ അലൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് കിടന്നു, അൽത്തവാം ഹോസ്പിറ്റലിൽ. അപ്പോൾ ഈ സമയത്ത് മറ്റു പരിപാടികൾ 4 ക്യാൻസലായിപ്പോയി. പിന്നീട് ഞാൻ ഈ പറഞ്ഞ വളരെ സീരിയസ് ആയിപ്പോയി. മരിക്കാൻ പോണു, മരിച്ചു എന്നൊക്കെ ഇങ്ങനെ റൂമേഴ്സ് വരുന്ന സമയമാണ്. അങ്ങനെ ഏതായാലും കയ്യാലെ പുറത്തെ തേങ്ങ പോലെ ഇങ്ങോട്ട് വീണു, രക്ഷപ്പെട്ടു. പിന്നീട് ഞാൻ സിനിമയിൽ നിന്ന് അകന്നുപോയി. കാരണം അന്ന് സിനിമയിൽ പാടണമെങ്കിൽ മദ്രാസിൽ പോകണം. അപ്പോൾ അന്നത്തെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് കൂടുതലും എറണാകുളത്താണ് ഈ കാസറ്റ് കമ്പനികളൊക്കെ ആരംഭിക്കുന്നത്. 82-ലാണ് ആദ്യത്തെ കാസറ്റ് കമ്പനി ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഒരു രീതിക്ക് എറണാകുളത്തേക്ക് ഞാൻ താമസം മാറ്റുകയായിരുന്നു ആ സമയത്ത്. പക്ഷെ മദ്രാസിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ സിനിമയിൽ നിന്ന് അകന്നുപോയി. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, അപ്പം എൻ്റെ ഗാനമേള വേദികളിൽ പലപ്പോഴും ഞങ്ങൾ സിദ്ദിഖും ലാലും ഒക്കെ മെമിക്രി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ട്രൂപ്പിൻ്റെ ആയിട്ട് അല്ലെങ്കിൽ പോലും അവരുടെ പരിപാടികളായിട്ട് ഞങ്ങൾ പിന്നെ സഹകരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു പരിചയം വെച്ചിട്ട് രാംജി റാവു സ്പീക്കിംഗ് എന്നുള്ള പടം വരുന്നു. അത് കഴിഞ്ഞ് മാന്നാർമത്തായി അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ വരുന്നു, എല്ലാം ഹിറ്റ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു ദിവസം ഞാൻ താമസിക്കുന്ന അന്ന് എയർലൈൻസ് എന്ന് പറഞ്ഞൊരു MG റോഡിലൊരു ഹോട്ടലിൽ എനിക്ക് മുറി ഉണ്ടായിരുന്നു, വലിയൊരു മുറി. അപ്പോൾ പുള്ളി എൻ്റെ വലിയൊരു അഭ്യുദയകാംക്ഷയായിരുന്നു, അതിൻ്റെ പ്രൊപ്പറേറ്റർ നാസർ. അപ്പം നാസറിനോട് ഞാൻ സംസാരിച്ചപ്പോൾ നാസർ എനിക്കൊരു വലിയൊരു മുറിയൊക്കെ തന്ന് ഞാൻ അങ്ങനെ ഓഫീസും വീടും കൂടെ ആയിട്ട് അവിടെ, അന്ന് ബാച്ചലറാണ് താമസിക്കുന്ന സമയത്ത്, അതിൻ്റെ താഴത്തെ നിലയിൽ ബോബി ഹോർണിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെയൊക്കെ ഫൗണ്ടർ ഹോർണിസിൻ്റെ മകൻ. അപ്പം അദ്ദേഹം അന്ന് ഈ അഡ്വർടൈസ്മെൻറ്റ് വീഡിയോസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പുള്ളിക്കാരനെ കാണാനായിട്ട് ഈ നമ്മുടെ സിദ്ദിഖും ലാലും അവിടെ എപ്പോഴും വരാറുണ്ട്. അപ്പം ഞാനൊരു ദിവസം കാർ ഷെഡിൽ നിൽക്കുമ്പോൾ ഇവരവിടെ വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പുതിയ പടമൊക്കെ എടുത്തിട്ട് നമ്മളെ വിളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് ഈ ഗോഡ് ഫാദർ വരുന്നത്. അപ്പൊ സൂക്ഷ അന്ന് ഗോഡ് ഫാദറിന്റെ റെക്കോർഡിങ്ങിന്റെ അന്ന് തന്നെ എനിക്ക് പാലായില് അരുവിത്തുറ പള്ളിയില് എനിക്കൊരു ഗാനമേള ഓൾറെഡി ബുക്ക്, അന്നൊക്കെ 4-5 മാസം മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ ഡേറ്റിലാണ് മദ്രാസിൽ ഈ ഗോഡ് ഫാദറിന്റെ റെക്കോർഡിങ് വരുന്നത്. അപ്പം ഈ അപകടം കഴിഞ്ഞ ആദ്യത്തെ പടമാണ്, കളയാനും വയ്യ. എന്നാ ഈ ഗാനമേള ഇവിടെ പ്രശ്നമാവുമെന്ന്, കാരണം നമ്മൾ എഗ്രിമെന്റ് എഴുതി കൊടുക്കുന്ന അവിടെ ആള് ഇല്ലെങ്കിൽ ആൾക്കാർ സാധനം തല്ലി പൊട്ടിക്കും. അപ്പൊ ഇവിടെ എത്തുകയും വേണം. അങ്ങനെ റിസ്ക് എടുത്ത് പോയി പാടിയ ഒരു പാട്ടാണ് ഈ മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ട്. അത് സിനിമയില് നല്ലൊരു പ്രൈം സ്ഥലത്താണ് ആ പാട്ട് വന്നതും. ആ പാട്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അത്യാവശ്യം നന്നായിട്ട് ഞാൻ പാടുകയും ചെയ്തു. അപ്പൊ ഇന്നിപ്പോ അത് ലോ കോളേജിന്റെ നാഷണൽ ആന്തം പോലെ എല്ലാ ലോ കോളേജിലും അവരുടെ പ്രത്യേക പരിപാടിക്കൊക്കെ പാടുന്ന ഒരു പാട്ട്.